ഇന്ന് നമ്മൾ പഠിക്കുന്നത് there എന്ന വാക്കാണ്. there അതിൻ്റെ യൂസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. there is, there are, there was, there were, there have been, there has been, there had been, there used to be, there must be, there should be, there is going to be, there is time to. ഇങ്ങനെയൊക്കെ എത്രയോ പാറ്റേൺസ് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എവിടെയാണത് ഉപയോഗിക്കുന്നത് എന്ന്. വളരെ കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു വാക്കാണ് there. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേൺസ് നമുക്കറിയാം. there എന്ന വാക്കിന് അർത്ഥം അവിടെ എന്നാണ്. ഐ ആം ഗോയിങ് there എന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകുന്നു. പക്ഷേ അവിടെ എന്ന അർത്ഥത്തിൽ അല്ലാതെ നമുക്ക് there ഉപയോഗിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതെവിടെയൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് there is എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. അവിടെ ഒരു പേന ഇരിക്കുന്നു. ആ ബാഗിൽ കുറച്ച് ബുക്സ് ഉണ്ട്. ആ ക്ലാസ് റൂമിൽ കുറേ കുട്ടികളുണ്ട്. എൻ്റെ പേഴ്സിൽ കുറച്ച് പൈസയുണ്ട്. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ട്. ഇങ്ങനെയൊക്കെ സാധാരണ നമ്മൾ പറയുന്നതല്ലേ. അവിടെയൊക്കെ നമുക്ക് there is അല്ലെങ്കിൽ there are ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് പ്രസന്റ് ടെൻസിലാണ് there is അതുപോലെ there are ഉപയോഗിക്കുന്നത്. there is ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റുകൾക്കാണ്. ആ ബോട്ടിലിൽ കുറച്ച് വെള്ളം ഉണ്ട് എന്നെങ്ങനെ പറയും? there is some water in the bottle. there is some water in the bottle. നോക്കൂ, there is. ആ ക്ലാസ് റൂമിൽ കുറച്ച് കുട്ടികളുണ്ട്. there are some students in the classroom. ഇനി കുറച്ച് കുട്ടികളുണ്ട് എന്നതിന് പകരം ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട് എന്നെങ്ങനെ പറയും? there is a student in the classroom. അപ്പോൾ there is ഉപയോഗിച്ചു. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോൾ there are ഉപയോഗിച്ചു. a student എന്ന് പറഞ്ഞപ്പോൾ there is ഉപയോഗിച്ചു. അപ്പോൾ അത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഈ സബ്ജക്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ആണ് there is ഉപയോഗിക്കുന്നതും there are ഉപയോഗിക്കുന്നതും. there is ഉപയോഗിക്കുന്നത് സിംഗുലർ നൗൺസിനാണെങ്കിൽ there are ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺസിനാണ്. ആ ക്ലാസ് റൂമിൽ ഒരു ചെയർ ഉണ്ട്. there is a chair in the classroom. ആ ക്ലാസ് റൂമിൽ 10 ചെയേഴ്സ് ഉണ്ട്. there are 10 chairs in the classroom. ഇപ്പോൾ there is and there are മനസ്സിലായല്ലോ. ഇനി അടുത്തത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കും? there was and there were ആണ് ഉപയോഗിക്കേണ്ടത്. ഇന്നലെ ആ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. there was a student in the classroom. there was a student. നോക്കൂ, സിംഗുലർ നൗൺ ആണ് സ്റ്റുഡൻറ് എന്നുള്ളത്. അതുകൊണ്ട് there was ഉപയോഗിച്ചു. ഇന്നലെ ആ ക്ലാസ്സിൽ 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. there were 2 students in the classroom yesterday. അപ്പോൾ there was എവിടെ ഉപയോഗിക്കും? there were എവിടെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. there was some water in the bucket. there was some water in the bucket. വാട്ടർ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ സിംഗുലർ നൗൺ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് was ഉപയോഗിച്ചു. ഇനി അടുത്തത് there have been, there has been. ഇത് രണ്ടും സിംഗുലർ നൗൺസ് വരുമ്പോഴും പ്ലൂറൽ നൗൺസ് വരുമ്പോഴും മാറി മാറി ഉപയോഗിക്കുന്നതാണ്. there has been ഉപയോഗിക്കുന്നത് സിംഗുലർ നൗൺസിനാണ്. there have been ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺസിനാണ്. there is and there are എന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. there is a student in the classroom എന്നല്ലേ പറഞ്ഞത്? there is എന്നാണ് പറഞ്ഞത്. പക്ഷേ രാവിലെ മുതൽ ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. രാവിലെ മുതൽ അവിടെ നമ്മളൊരു ടൈം പറയുന്നു. രാവിലെ മുതലുള്ള അവിടെ ഒരു ഡ്യൂറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് has been, there has been ഉപയോഗിക്കാം. there has been a student in the classroom since morning. since morning, morning മുതൽ. രാവിലെ മുതൽ ആ ക്ലാസ്സിൽ 10 കുട്ടികൾ ഉണ്ട്. 10 കുട്ടികൾ രാവിലെ മുതൽ അവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ there have been 10 students in the classroom since morning. അപ്പോൾ there have been ഉപയോഗിച്ചതിന് കാരണം സ്റ്റുഡൻസ് എന്നായതുകൊണ്ടാണ്. ഇവിടെ there is and there are ഉപയോഗിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ കുറേ സമയമായി അവിടെ ഉണ്ട്. മോർണിംഗ് മുതൽ അവിടെ ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ there has been അല്ലെങ്കിൽ there have been ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ആക്ഷൻ വേർബ് ഒന്നും ഇല്ല. there have been അത്
അത് there have been അവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെ കുട്ടികൾ അവിടെ ഉണ്ട്, കുട്ടികൾ അവിടെ ഒന്നും ചെയ്യുന്നു എന്നല്ല പറയുന്നത്, അവിടെ കുട്ടികളുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇനി 1 മണിക്കൂറായിട്ട് അവിടെ ഒരു കുട്ടി ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അവിടെയും ഒരു ഡ്യൂറേഷൻ നമ്മൾ പറയുന്നു. There has been a student in the classroom for an hour. 1 മണിക്കൂറായിട്ട് അവിടെയുണ്ട്. അപ്പോൾ ഫോർ ആൻഡ് സിൻസ് നമുക്ക് ആ ടൈം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമ്മൾ പറഞ്ഞതാണ് ആ ക്ലാസ്സിൽ 10 ചെയേഴ്സ് ഉണ്ട്. There are 10 chairs in the classroom എന്ന് പറഞ്ഞു. പക്ഷേ there have been 10 chairs in the classroom since yesterday എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ആ ക്ലാസ്സിൽ 10 ചെയേഴ്സ് ഉണ്ട്. ഇന്നലെ മുതൽ അവിടെ കാണുന്നതാണ്, അവിടെ ഉണ്ട്. There have been 10 chairs in the classroom since yesterday. yesterday മുതൽ, ഇന്നലെ മുതൽ അവിടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലം കുറേ കൊല്ലങ്ങളായിട്ട് ഉണ്ട്. കുറേ കൊല്ലങ്ങളായിട്ട് ഒരു അമ്പലം ഉണ്ട്. There has been a temple in our village for many years. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഉണ്ട് എന്നാണ്. There is a temple in our village എന്ന് നമുക്ക് പറയാം. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ കുറേ കൊല്ലങ്ങളായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് there has been ഉപയോഗിക്കേണ്ടി വരുന്നത്. There has been a temple. അപ്പോൾ a temple എന്നത് സിംഗുലർ ആയിട്ട് നൗണാണ്. അതുകൊണ്ടാണ് there has been ഉപയോഗിച്ചത്. ഞങ്ങളുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കുറേ ബിൽഡിങ്സ് ഒരു കൊല്ലമായിട്ട് ഉണ്ട്. ഒരു കൊല്ലമായിട്ട് കുറേ ബിൽഡിങ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ എന്ന് പറയണമെങ്കിൽ there have been many buildings in our locality for 1 year. കൊല്ലമായിട്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അതിപ്പോൾ വന്നതൊന്നുമല്ല, ഒരു വർഷമായിട്ട് അങ്ങനെ കുറേ ബിൽഡിങ്സ് ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ there have been and there has been ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഈ have been and has been ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് there had been എന്ന് ഉപയോഗിക്കുന്നതും. had been ആവുമ്പോൾ അത് has been, അതുപോലെ have beenൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് had been. അവിടെ ഉണ്ടായിരുന്നു, കുറേ നാളുകൾ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് had been ഉപയോഗിക്കാം. ആ ക്ലാസ് റൂമിൽ ഒരു വീക്ക് ആയിട്ട് കുറേ ചെയറുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ് റൂമിൽ ഒരു വീക്ക്, ഒരാഴ്ചയായിട്ട് കുറേ ചെയറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നല്ല പറയുന്നത്, കുറേ നാളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. There had been 10 chairs in that classroom for a week. ഒരാഴ്ചയായിട്ട് ഉണ്ടായിരുന്നു, ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് എന്നതിനർത്ഥമില്ല. ഇപ്പോൾ ഉണ്ട് എന്ന മീനിങ് കിട്ടണമെങ്കിൽ there have been എന്ന് ഉപയോഗിക്കണം. there had been എന്ന് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലെ കാര്യം ആയതുകൊണ്ടാണ്. There had been 15 students in the classroom since morning. മോർണിംഗ് മുതൽ 15 സ്റ്റുഡൻസ് ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. മോർണിംഗ് മുതൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്ട് എന്ന് അതിനർത്ഥമില്ല. പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ഹാഡ് ബീൻ്റെ ഉപയോഗം വരുന്നത്. ഇവിടെ ഒന്നും ഒരു ആക്ഷൻ ഇല്ല, അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സ്റ്റേറ്റ് ആണ്, ഒരു കണ്ടീഷനാണ്. അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടികൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. There used to be ഇത് ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ കാര്യത്തിന് തന്നെയാണ്. പാസ്റ്റിൽ പതിവായിട്ട് ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. There used to be a car in that house എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പതിവായിട്ട് കാറ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നല്ല, ഇപ്പോൾ ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു. മുൻപ് പതിവായിട്ട് ഇപ്പോൾ അതിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഒക്കെ അവിടെ ഒരു കാറ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ there used to be a car in that house. ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. There used to be. There used to be a computer here. ഇവിടെ ഒരു കമ്പ്യൂട്ടർ മുൻപ് ഉണ്ടായിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. കുറേ പതിവായിട്ടൊരു കാര്യം പറയുമ്പോഴാണ് ഈ യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കുന്നത്. അത് മുൻപുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴല്ല. There used to be a computer here. There used to be a garden in front of my house. There used to be a garden in front of my house. എൻ്റെ വീടിന് മുന്നിൽ ഒരു ഗാർഡൻ മുൻപ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. മുൻപ് പതിവായിട്ട് കുറേ നാളുകൾ അവിടെ ഉണ്ടായിരുന്നു. അടുത്തത് there must be.
ദർ മസ്റ്റ് ബി എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് മുന്നിൽ ഒരു ഗാർഡൻ എന്തായാലും വേണം. ദർ മസ്റ്റ് ബി എ ഗാർഡൻ. ഒരു ഗാർഡൻ അവിടെ വേണം എന്നതാണ്. എന്തായാലും ഒരു ഗാർഡൻ അവിടെ ഉണ്ടാകണം. ദർ മസ്റ്റ് ബി എ കമ്പ്യൂട്ടർ ഓൺ ദ ടേബിൾ. ആ ടേബിളിന് മുകളിൽ ഒരു കമ്പ്യൂട്ടർ എന്തായാലും വേണം. ദർ മസ്റ്റ് ബി എ കമ്പ്യൂട്ടർ. ദർ മസ്റ്റ് ബി എ ലാപ്ടോപ്പ് ഹിയർ. എന്തായാലും ഒരു ലാപ്ടോപ്പ് ഇവിടെ വേണം. ഇനി മസ്റ്റ് ബി എന്നതിന് പകരം നമുക്ക് ഷുഡ് ബി ഉപയോഗിക്കാം. ദർ ഷുഡ് ബി, അതും വേണം എന്ന് തന്നെയാണ്. പക്ഷേ മസ്റ്റ് ബി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതെനിക്ക് വേണം എന്നർത്ഥത്തിൽ, എന്തായാലും അത് വേണം എന്നർത്ഥത്തിലാണ് മസ്റ്റ് ബി ഉപയോഗിക്കുന്നത്. പക്ഷേ ഷുഡ് ബി ആവുമ്പോൾ അവിടെ അത് വേണം. ദർ ഷുഡ് ബി എ ലാപ്ടോപ്പ് ഹിയർ. അപ്പോൾ ഇവിടെ ഒരു ലാപ്ടോപ്പ് വേണം. ദർ ഷുഡ് ബി സം വാട്ടർ ഇൻ ദ ബക്കറ്റ്. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം വേണം. ദർ ഷുഡ് ബി എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. നമ്മുടെ വീടിന് മുന്നിൽ ഒരു ഗാർഡൻ വേണം. ദർ മസ്റ്റ് ബി, ദർ ഷുഡ് ബി എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഷുഡ് ബി എന്ന് ഉപയോഗിക്കുമ്പോൾ അത് വേണം എന്നർത്ഥത്തിൽ. ദർ മസ്റ്റ് ബി എന്നാവുമ്പോൾ അതെന്തായാലും വേണം. ദർ ഈസ് ഗോയിങ് ടു ബി. ദർ ഈസ് ഗോയിങ് ടു ബി എന്നത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ദർ ഈസ് ഗോയിങ് ടു ബി എ ഫങ്ഷൻ ഹിയർ. ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവുകയാണ്, ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു ആക്ഷൻ വേർബ് ഇല്ല. ദർ ഇവിടെ ഉണ്ടാകണം എന്ന അർത്ഥത്തിൽ, അവിടെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് അവിടെ പറയുന്നത്. ദർ ഈസ് ഗോയിങ് ടു ബി എ ഫങ്ഷൻ ഹിയർ. ദർ ഈസ് ഗോയിങ് ടു ബി എ സെലിബ്രേഷൻ ഹിയർ. ഒരു സെലിബ്രേഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് എന്നർത്ഥത്തിൽ, ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി അടുത്തത് ദർ ഈസ് ടൈം ടു. ദർ ഈസ് ടൈം ടു ഡു സംതിങ് എന്നതാണ്. ഒരു കാര്യം ചെയ്യാൻ സമയമുണ്ട്. ദർ ഈസ് ടൈം ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമയമുണ്ട്. ദർ ഈസ് ഇനഫ് ടൈം. ദർ ഈസ് നോട്ട് ഇനഫ് ടൈം ടു വേസ്റ്റ്. വേസ്റ്റ് ചെയ്യാൻ സമയം ഇല്ല എന്നാണ്. ദർ ഈസ് നോട്ട് ഇനഫ് ടൈം ടു വേസ്റ്റ്. ദർ ഈസ് ടൈം ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി ബിഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുൻപ് ഒരു കപ്പ് കാപ്പി കുടിക്കാനുള്ള സമയമുണ്ട്. ഇപ്പോൾ എത്ര പാറ്റേൺസ് ആണ് ദർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക.